അപ്പോൾ അവർ പഠിക്കുന്ന സിലബസ് അതിൽ നിന്ന് ഈ മതത്തെ എടുത്തു മാറ്റുക, അതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടുവരിക, സ്കൂളിൽ പ്രാർത്ഥന നിരോധിക്കുക, അംബേദ്കറെ പഠിപ്പിക്കുക, ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുക, അങ്ങനെ ശാസ്ത്രബോധമുള്ള കുട്ടികളാക്കി അവരെ വളർത്തിക്കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് പോരും. പിന്നെ നമ്മളെന്ത് പഠിപ്പിക്കുന്നു എന്നല്ല, നമ്മളെന്ത് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചാലും അതിൽ നിന്ന് റിബൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ മതം പഠിപ്പിച്ചാലും അതിൽ നിന്ന് ഇപ്പോൾ ബ്രിട്ടീഷുകാർ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്കൂളൊക്കെ ഉണ്ടാക്കിയത്. അവസാനം അവർക്കെതിരെ തന്നെ തിരിഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ റിബൽസ് എന്തായാലും ഉണ്ടാകും, റിബലായിട്ടുള്ള കുട്ടികളുണ്ടാവും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പോലെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റം വരണം. അപ്പം നമുക്ക് ഈ സിലബസ് വെച്ചിട്ട് ഔട്ട് ഓഫ് സിലബസ് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് സിലബസിൽ നിന്ന് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാക്കുന്ന സമിതിയിൽ നിന്നും ഇത്തരം ആൾക്കാരെ എടുത്ത് കളഞ്ഞിട്ട് ശാസ്ത്രബോധമുള്ളവരെ ആ സമിതിയിലേക്ക് വെക്കണം. അവർ തന്നെ പറയുന്ന അവർ ബ്ലഡി എത്തിസ്റ്റാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? അത് ദൈവമില്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ബാക്കി അവരുടെ രാഷ്ട്രീയം മറ്റേത് ഇപ്പോൾ സവർക്കറും അങ്ങനെയല്ലായിരുന്നു. സവർക്കർ എത്തിസ്റ്റാണ്, പക്ഷേ എല്ലാ രാഷ്ട്രീയം എന്തായിരുന്നു? ആ രാഷ്ട്രീയം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഈ യുക്തി ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നാസ്തിക ദൈവത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്നവരാരും യഥാർത്ഥ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഒന്നല്ല. ഒന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ, ദളിത് വിരുദ്ധർ, സ്ത്രീ വിരുദ്ധർ, അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ തിരിച്ച് ശക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇപ്പം അവരുടെ ഭാഷ അതാണെങ്കിൽ തിരിച്ച് അവരുടെ ഭാഷ തന്നെ അങ്ങോട്ട് തിരിച്ചുപയോഗിക്കുമ്പോഴാണ് അതവർ സ്റ്റോപ്പ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ എത്രയോ സൈബർ കംപ്ലൈൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഒരാളെപ്പോലും പോലീസ് ഇന്നുവരെ പിടിച്ചിട്ടില്ല. പക്ഷെ തിരിച്ച് ഇവർ പറയുന്ന അതേ ലാംഗ്വേജിൽ അങ്ങോട്ട് പറയുമ്പോൾ അവരത് നിർത്തി പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എല്ലാവരും പറയും തെറി പറയുന്നത് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഈ വരണ്യൻ്റെ സംസ്കാരമാണ് ഈ പറയുന്നത്. ഇവർ തെറിയായിട്ട് പലരും ഇപ്പോൾ വിവക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പച്ച മലയാള പദങ്ങളെ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് തെറിയല്ലാതാവും. പച്ച മലയാളം പദങ്ങൾ വരുമ്പോൾ അതിനെ തെറിയെന്ന് വിളിക്കും. മനസ്സിലായി? അപ്പോൾ ഈ തെറി പറയുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ പറയുന്നവൻ ചിലപ്പോൾ ആ രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടോ ഒന്നും ആയിരിക്കത്തില്ല, അതൊരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് പറയുകയാണ്. അപ്പം നമുക്കത് ഫീൽ ചെയ്യുമെന്നത് ഓർത്തിട്ടാണ് അവരത് പറയുന്നത്. ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ തിരിച്ച് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത്. എൻ്റെ ഒരു അനുഭവം അങ്ങനെയായിരുന്നു. നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, പക്ഷേ ഞാൻ തെറി വിളിച്ചെന്നും പറഞ്ഞ് ചില ആണുങ്ങൾ എനിക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. അപ്പം ഞാൻ തിരിച്ച് പോലീസിനെ കാണിച്ചു കൊടുത്ത് എന്നെ വിളിച്ച തെറികൾ. പോലീസ് കേസൊന്നും എടുത്തില്ല.